നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈസ്റ്റ് കല്ലൂർ ശ്രീകല തീർത്ഥ പാദാശ്രമത്തിന്റെ സമർപ്പണം നടന്നു. മുതലക്കോടം ഫൊറോന പള്ളിയിലെ പ്രധാന തിരുനാൾ 24-ന് ഇന്നലെ പഴുക്കാക്കുളം പന്തലിൽ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടന്നു. തൊടുപുഴ താലൂക്ക് സീനിയർ സിറ്റിസൺ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ആദ്യ സംരംഭം പകൽ വീട്. വാർത്തകൾ വിശദമായി. ഈസ്റ്റ് കല്ലൂർ ശ്രീകല തീർത്ഥ പാദാശ്രമത്തിന്റെ സമർപ്പണം നടന്നു. മതാതീത സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമം ചട്ടമ്പി സ്വാമി പരമ്പരയിൽപ്പെട്ടതാണ്. സ്വാമി വിവേകാനന്ദ തീർത്ഥപാദരും സ്വാമി സ്നേഹാനന്ദമയി തീർത്ഥപാദരും സ്വന്തം വരുമാനം മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ആശ്രമമാണിത്. തൃശൂർ പാണ്ഡവഗിരി നാരായണാശ്രമ തപോവനത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ആശ്രമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പാണ്ഡവഗിരി നാരായണാശ്രമ തപോവനത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ആശ്രമത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സന്യാസനിഷ്ഠയിൽ ജനസേവനത്തിനുള്ള സ്ഥാനം എന്നാണ്. ഈ സന്യാസം എന്ന് പറയുന്നത് 4ാമത്തെ ആശ്രമമാണ്. 4 ആശ്രമം കൂടിച്ചേർന്നാലേ നമ്മുടെ മനുഷ്യജീവിതം സഫലവും സന്തോഷപൂർണവും ആകുള്ളൂ. നിങ്ങൾ ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപൂർവം കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പഠിക്കാൻ, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് 1-2 കുട്ടികളെ വളർത്തി കൊണ്ടുവന്നാൽ അച്ഛനമ്മമാരുടെ സ്ഥാനം പിടിക്കാൻ 2 കുട്ടികൾ, അതാണ് കണക്ക്. 2-ലധികം നമുക്ക് വാസ്തവത്തിൽ ആവശ്യമില്ല. അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ, ഇപ്പോൾ ഒരു യുദ്ധം വന്നു, ഒരുപടി ആൾക്കാർ മരിച്ചു, ജനസംഖ്യ കുറഞ്ഞു എന്നൊക്കെ വന്നാൽ കുറെ സന്താനങ്ങൾ കൂടുതലാവാം എന്നല്ലാതെ സാധാരണ അച്ഛനമ്മമാരുടെ സ്ഥാനം പിടിക്കാൻ 2 കുട്ടികൾ, മിക്കവാറും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാവും. അല്ല, നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ടായാലോ അപ്പുറത്ത് 2 ആൺകുട്ടികളുണ്ടാവും. അല്ല, 2 ആൺകുട്ടികളുണ്ടായാലോ അപ്പുറത്ത് 2 പെൺകുട്ടികളുണ്ടാവും. അങ്ങനെ 2 കുട്ടികളാ. അവിടുന്ന് അങ്ങോട്ടുള്ള പുത്രന്മാരൊക്കെ അർത്ഥപുത്രന്മാരും കാമപുത്രന്മാരും ഒക്കെയാണ്. അങ്ങനെയുള്ള കല്യാണം ഇത് കഴിഞ്ഞ് ഒരു 10-60 വയസ്സായാൽ നിങ്ങൾ എന്ത് വേണം? പിന്നെയും വീട്ടിൽ തന്നെ ഇറുകി കൂടിച്ച് സ്ക്രൂമായി അവിടെ തന്നെ ഇരിക്കണോ? വേണ്ട, അത് വിട്ടുപോകണം. ലോകത്തിലെല്ലാം തന്നെ വിടാനും പോകാനും ഉള്ളതാണ്. നമ്മുടെ ശരീരം ഒരു കാലത്ത് നമ്മളെ വിട്ടുപോകും. അപ്പൊ ആ വിട്ടുപോകുന്നതിന് മുൻപ് നാം വിടാൻ പഠിച്ചുകൊണ്ട് ഗൃഹത്തിൽ നിന്ന് പുറത്തു കിടന്ന് ജീവിക്കുക, വാനപ്രസ്ഥം. അത് വേണ്ടതുപോലെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ സന്യാസം. ആ 4ാമത്തെ ആശ്രമത്തോടു കൂടി മാത്രമേ മനുഷ്യജീവിതം സഫലവും സന്തോഷ നിർഭരവും. മുതലക്കോടം ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച പഴുക്കാക്കുളം പന്തലിൽ കുർബാനയും ലതീഞ്ഞും നടന്നു. ഫാദർ മാത്യു ചാമക്കലായിൽ സന്ദേശം നൽകി. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും ആകാശവിസ്മയവും ഉണ്ടായിരുന്നു. ബുധനാഴ്ചയാണ് പ്രധാന തിരുനാൾ. 10:15 തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ആന്തരികമായ ആത്മീയമായ വലിയൊരു ഒരുക്കം കൂടിയുണ്ട്. ഈ ആത്മീയമായ ഒരുക്കവും ആത്മീയമായ ചൈതന്യവും ഓരോ തിരുനാൾ ആഘോഷത്തിലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ തിരുനാൾ നിലനിൽക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വിശുദ്ധന്റെയോ വിശുദ്ധിയുടെ തിരുനാളാകട്ടെ, ഒരു കൊല്ലക്കാലത്തെ സഭയുടെ കലണ്ടർ പരിശോധിച്ചാൽ നമുക്കറിയാം ധാരാളം തിരുനാളുകൾ നമ്മുടെ ഇടവകയിൽ ചെറുതും വലുതുമായ അനേകം തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷിക്കുന്ന തിരുനാൾ ഏതൊരു വിശുദ്ധന്റെയോ വിശുദ്ധിയുടെയോ ആകട്ടെ, അവർക്ക് നമ്മളോട് പറഞ്ഞു വെക്കാനായിട്ട് ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ആ വിശുദ്ധനെയും വിശുദ്ധയെയും നമ്മൾ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്താനായിട്ട് 100% ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിന് ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ സന്നദ്ധയായി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവരെ നമ്മൾ
തൊടുപുഴ താലൂക്ക് സീനിയർ സിറ്റിസൺ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ജനറൽ CC തോമസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ഷീജ ജയൻ അധ്യക്ഷയായിരുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള പകൽ വീടാണ് സംഘത്തിന്റെ ആദ്യ പദ്ധതി. പകൽ വീട് എന്ന പദ്ധതി വളരെ നല്ല ഒരു പദ്ധതിയാണ്. കാരണം ഇത് ഞങ്ങൾ തൊടുപുഴ നഗരസഭയിൽ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കണം എന്നൊരു ആവശ്യം പല ഭാഗത്തുനിന്നും ഉയർന്നു. അത് ശരിയായ രീതിയിൽ നമ്മൾ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നമ്മൾ ഇപ്പൊ നഗരസഭയിലൊക്കെ പദ്ധതികൾ ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കി വരുമ്പോൾ ആ പദ്ധതികളെ കുറിച്ചൊക്കെ ശരിയായ രീതിയിൽ പഠനം നടത്തി ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കത് തുടക്കത്തിലെ പാളിച്ചകൾ വന്നാൽ അതൊരു പ്രശ്നമാകുന്നുണ്ട്. ഇതിനെ കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം ഈ പകൽ വീട് എന്ന പദ്ധതിയെ കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തിയതിനു ശേഷം മറ്റു പഞ്ചായത്തുകളിലൊക്കെ എനിക്ക് തോന്നുന്നു മറ്റു പല സ്ഥലത്തും ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് നഗരസഭയൊക്കെ ഏറ്റെടുത്ത് നമുക്ക് നടത്തുമ്പോൾ അത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ഈ പകൽ വീട് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാനിരുന്നത്. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ തൊടുപുഴ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. NGO യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം FSCTO ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് R ഹരി മുഖ്യപ്രഭാഷണം നടത്തി. TK മോഹനൻ, CB ഹരികൃഷ്ണൻ, KN മോഹനൻ, VSM നസീർ, TP ബേബി, NP രമേശ് കുമാർ, N ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. പണിമുടക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളെ ബാധിച്ച ദുരിതങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ വാർത്തയായി വന്നു. എന്നാൽ ഇത് ഈ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള ഒരു പണിമുടക്കാണ് നടന്നത് എന്ന് ഈ പണിമുടക്കിന്റെ കാര്യങ്ങൾ വന്ന പത്രങ്ങളിലൊന്നും ആ ഒരു വാർത്തകൾ അത് വരുന്നില്ല. അത് മനഃപൂർവ്വമാണ്. കാരണം ജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ കഥ റിപ്പോർട്ട് ചെയ്താൽ ആ നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ആ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ വികാരം ഉണർന്നു വരുമെന്ന് ഈ പറയുന്ന പത്രമാധ്യമങ്ങൾക്ക് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ പണിമുടക്കിനെതിരെയുള്ള വാർത്തകളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദേശീയ പത്രങ്ങളിൽ ചേർന്ന് പണിമുടക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. വിദേശ പത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന 48 മണിക്കൂർ പണിമുടക്കിന് വലിയ പ്രാധാന്യം കൊടുത്ത് വാർത്തകൾ നൽകിയപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാള മനോരമ ദിനപത്രം എന്താണ് വാർത്ത കൊടുത്തത്? അവർ കൊടുത്തത് പണിമുടക്കിന് പ്രാധാന്യമില്ല, പണിമുടക്ക് ഭാഗികം, ജനജീവിതം സ്തംഭിച്ചു, ജനങ്ങളെ കഷ്ടപ്പെടുത്തി, സർക്കാരിന്റെ വരുമാനം അല്ലെങ്കിൽ പണിമുടക്ക് മൂലം വരുമാനം ഒരുപാട് നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വാർത്തകളാണ്. MSM ആഭിമുഖ്യത്തിൽ വേനലവധിക്ക് നന്മയുടെ നേർവഴി എന്ന പേരിൽ പഠന ക്ലാസുകൾ നടന്നു. കുമ്പങ്കല്ല് സലഫി ഓഡിറ്റോറിയത്തിലായിരുന്നു ക്ലാസ്. മൊബൈൽ ഫോൺ ദുരുപയോഗം, ട്രാഫിക് നിയമം എന്നീ വിഷയങ്ങളിൽ നടന്ന സെമിനാർ ജനമൈത്രി പോലീസിലെ അബ്ദുൾ കരീം, അജിംസ് എന്നിവർ നയിച്ചു. പ്രത്യേകിച്ച് ട്യൂബീലുകളുടെ എണ്ണം നമുക്കറിയാം. ഓരോ സെക്കൻഡിൽ നമ്മുടെ മുന്നിലൂടെ എത്ര ട്യൂബീലുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത്രയേറെ വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ആ ഓരോ തരം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഓരോ വേഗതകൾ പ്രത്യേകം പറയുന്നു. നല്ല റോഡുകൾ, അതായത് കേരളത്തിൽ ഇപ്പൊ നമ്മുടെ ഇതുപോലുള്ള റോഡുകളല്ല, തൊടുപുഴ പോലുള്ള പ്രദേശങ്ങളിലെ നല്ല ഹൈവേ റോഡുകൾ, നല്ല റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ പോലുള്ള നല്ല റോഡുകളിൽ മോട്ടോർ സൈക്കിളിന്റെ വേഗത 50 കിലോമീറ്ററാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിന്റെ പരമാവധി കേരളത്തിലെ വേഗത എന്ന് പറയുന്നത് 50 കിലോമീറ്ററാണ്. അതില് പിന്നീട് കാറ്, ജീപ്പ് തുടങ്ങിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന വാഹനങ്ങൾക്ക് 70 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്. അതിൽ തന്നെ ടാക്സി വാഹനങ്ങളും പ്രൈവറ്റ് വെഹിക്കിളുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അറിയാലോ, അതിന്റെ മഞ്ഞ ബോർഡില് കറുത്ത അക്ഷരത്തിലുള്ള നമ്പർ പ്ലേറ്റ് ഉള്ളത് ടാക്സി വാഹനങ്ങളും, വെള്ള ബോർഡിൽ കറുത്ത അക്ഷരത്തില് നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനങ്ങൾ പ്രൈവറ്റ് മോട്ടോർ വെഹിക്കിൾസാണ്. അപ്പം ഇതില് ഈ ടാക്സി വെഹിക്കിൾസിന് 60 കിലോമീറ്റർ വേഗതയും പ്രൈവറ്റ് വെഹിക്കിൾസിന്
70 കിലോമീറ്റർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിൽ മൃഗസംരക്ഷണ സെമിനാർ നടന്നു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ ജയൻ അധ്യക്ഷയായിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കാലാകാലങ്ങളിൽ നേടിയെടുക്കാനായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു ശ്രമം, തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ കാര്യവളർത്തലിലും മൃഗസംരക്ഷണത്തിലുമെല്ലാം ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, നമ്മളെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ശരി, കഴിഞ്ഞ ഗവൺമെന്റ് ആണെങ്കിലും ശരി, പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾ നമ്മുടെ കാര്യവളർത്തുന്ന മൃഗസംരക്ഷണ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പശു വളർത്തുന്നുണ്ട്, പാലിന് കൊടുക്കുന്നുണ്ട്, പാൽ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മാന്യതയാർന്നിട്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ കൃഷിക്കാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് നടത്തുന്ന ശ്രമം ഫലപ്രദമായി കൃഷിക്കാരുടെ കൈകളിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ആവുന്നുണ്ടോ എന്നതിപ്പോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാർഷിക മേഖലയ്ക്ക് ഒരു തളർച്ചയോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ നേരിടാൻ കഴിയുന്നില്ല. സോഷ്യൽ ലിബറേഷൻ ഫ്രണ്ട് ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 25-ന് തൊടുപുഴയിൽ ജനകീയ കൂട്ടായ്മയും പൊതുസമ്മേളനവും നടത്തും. കരിനിയമങ്ങൾക്കെതിരെ വൈകിട്ട് 4-നാണ് പരിപാടിയെന്ന് സംഘാടകരായ ഷിജോമോൻ ജോസഫ്, CK ശശികുമാർ, VG സുധാകരൻ എന്നിവർ പറഞ്ഞു. അത് പ്രത്യേകിച്ച് ദളിതര്, ആദിവാസികൾ നടത്തുന്ന സമരങ്ങളുടെ പിന്നിൽ മാവോയിസ്റ്റുകളാണ് എന്നുള്ള വ്യാപകമായ പ്രചരണം രൂപപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഫലമായിട്ട് അത്തരം വിഭാഗങ്ങളുടെ വീടുകളിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ, വീട്ടുകാരെ ചോദ്യം ചെയ്യലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണ വലയങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭീതി അവരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമം നടത്തുന്നു. അഭിപ്രായം പറഞ്ഞാൽ ഉടനെ, വേറിട്ട ചിന്തയോ അഭിപ്രായങ്ങളോ പറഞ്ഞാൽ ഉടനെ തന്നെ മുസ്ലിങ്ങളാണെങ്കിൽ ഭീകരവാദികൾ, ദളിതരോ ആദിവാസികളോ മറ്റ് വിഭാഗങ്ങളോ ആണെങ്കിൽ മാവോവാദികൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ 25-ാം തീയതി കേരളത്തിലും തമിഴ്നാട്ടിലും കേരളത്തിന് വെളിയിലുമുള്ള എല്ലാവിധ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും വേറിട്ട ചിന്തകൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആദിവാസി, ദലിത്, സ്ത്രീ, മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ ഏറ്റവും യാതന അനുഭവിക്കുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, വ്യക്തികൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, അഭിഭാഷകർ, അധ്യാപകർ അടങ്ങുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജനകീയ കൂട്ടായ്മയും ഇത് സമൂഹത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും പ്രചരണങ്ങൾ നടത്താനും പുതിയ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് 25-ാം തീയതി തൊടുപുഴ മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മയും പൊതുസമ്മേളനവും നടക്കുന്നത്. അത് ഗ്രോവാസു എന്ന് പറയുന്നൊരു ട്രേഡ് യൂണിയൻ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കുമാരമംഗലം സാന്ദീപിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും 28-ന് വൈകിട്ട് 6-ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈസ്റ്റ് കല്ലൂർ ശ്രീകല തീർത്ഥ പാദാശ്രമത്തിന്റെ സമർപ്പണം നടന്നു. മുതലക്കോടം ഫൊറോന പള്ളിയിലെ പ്രധാന തിരുനാൾ 24-ന്. ഇന്നലെ പഴുക്കാക്കുളം പന്തലിൽ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടന്നു. തൊടുപുഴ താലൂക്ക് സീനിയർ സിറ്റിസൺ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ആദ്യ സംരംഭം പകൽ വീട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.